evergreen cooking diary നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കോഴി എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ഉണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. കോഴികളിലൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വരയിടണമെന്നില്ല. ഇന്ന് നമ്മൾ മുഴുവൻ കോഴിയായിട്ടാണ് ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നത്. കോഴി കട്ട് ചെയ്യുന്നില്ല, ചെറിയ വരകൾ മാത്രം ഇട്ട് കൊടുത്ത് നല്ലപോലെ മസാല തേച്ച് ഇതിനകത്ത് പിടിപ്പിക്കാനാണ്. കോഴിയെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അടുപ്പ് നല്ലോണം കത്തി വന്നിട്ടുണ്ട്. ഉരുളി വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാശ്മീരി മുളകാണ്. ആദ്യം അതൊന്ന് പുഴുങ്ങിയെടുക്കണം. മുളകെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുത്തിട്ട് അരയ്ക്കാം. വേവിച്ച് വെച്ച കാശ്മീരി മുളകും 1/4 കിലോ ഇഞ്ചി, 1/4 കിലോ വെളുത്തുള്ളി, 1/2 കിലോ ചെറിയുള്ളി ഇത്രയും കൂടി നമുക്ക് അരച്ചെടുക്കാം. തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കാം. പയ്യോളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ആദ്യമായിട്ട് നമ്മൾ വേവിച്ച് അരച്ച് വെച്ച കാശ്മീരി ചില്ലി, നല്ലതുപോലെ മൈ പോലെ അരച്ച കാശ്മീരി ചില്ലിയാണ്. അത് 2-3 സ്പൂൺ ബാക്കി വെച്ചിട്ട് അത് വേറൊരു ആവശ്യത്തിനുണ്ട്. ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. 1/4 കിലോ ഇഞ്ചിയും 1/4 കിലോ വെളുത്തുള്ളിയും അരച്ചത്, ചെറിയുള്ളി ചതച്ചെടുത്തത്. ഈ കുറച്ച് പൊടികളാണ്. ഗരം മസാല 1 സ്പൂൺ ഗരം മസാല ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം കുറച്ച് ചതച്ച മുളക് കൂടി ചേർക്കാം. നമ്മളെല്ലാം എരിവ് കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ച് ചതച്ച മുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവറും ചേർക്കാം. നമ്മുടെ പയ്യോളി ചിക്കൻ നല്ല ക്രിസ്പിയായി വരുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ. 3-4 നാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അരിപ്പൊടി അവസാനം വറുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചേർത്താൽ മതിയാവും. ഇത് നമ്മൾ മുഴുവൻ കോഴിയായതുകൊണ്ട് ഇപ്പം തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ചേർത്ത് വെച്ചിട്ടുള്ള എല്ലാ മസാലയും നല്ലതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ടിതെല്ലാം നമ്മുടെ ചിക്കനിൽ തേച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കണം. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓരോരോ ചിക്കൻ എടുത്തിട്ട് എല്ലാത്തിലും നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മൾ വരഞ്ഞതിൻ്റെ അകത്തും കോഴിയുടെ അകത്തും പുറത്തും എല്ലാം മസാലയിൽ കുളിപ്പിച്ചെടുക്കണം. എന്നിട്ട് 2 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം വേണം നമ്മളത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. എങ്കിലേ അതിൻ്റെ ഒരു നല്ല സ്വാദിലേക്ക് എത്തുള്ളൂ. കോഴികളെല്ലാം നല്ലതുപോലെ മസാല തേച്ച് കഴിഞ്ഞു. ഈ മസാലൻ്റെ നിറം തന്നെ കണ്ടില്ലേ, കാശ്മീരി മുളക് ആയതുകൊണ്ടാണ് ഇത്രയും നിറം. നമ്മളതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ കാശ്മീരി മുളക് നമ്മൾ ഇതേപോലെ വേവിച്ചിട്ടാണ് അരക്കണമെങ്കിൽ, കാശ്മീരി മുളക് പൊതുവേ കളറാണ്, വേവിച്ചിട്ട് അരച്ചാൽ ഒന്നുകൂടി നല്ല കളറാവും. തേങ്ങ വറുക്കുമ്പോൾ
ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് അരച്ചത് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് തേങ്ങയുടെ ഒപ്പം ചേർത്ത് കുഴച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള എല്ലാ മുളകും നമുക്ക് 2 തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ബാക്കിയുള്ള മസാല എല്ലാം ചേർത്ത് 2 തേങ്ങ ചിരവിയത് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്നത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളക് വറുത്തെടുക്കാം. പച്ചമുളക് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം കോരി മാറ്റാം. കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം. എണ്ണ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. കുറച്ച് എണ്ണ ചിക്കൻ്റെ മേലെയൊക്കെ കോരി ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രിസ്പിയായി വരട്ടെ. ചിക്കനെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഫുൾ ചിക്കനാണ് നമ്മൾ ഫ്രൈ ആക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയം അധികം വേവണം. നമുക്കൊന്ന് കോരി മാറ്റാം. വെന്തിട്ടുണ്ട്, കോരി മാറ്റാം. നമ്മുടെ അവസാനത്തെ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങയെല്ലാം നല്ലതുപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കാം. വറുത്ത് കോരിയ തേങ്ങ വറുത്ത ചിക്കൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച കറിവേപ്പില, പച്ചമുളക്, ഇന്ന് റെഡിയാക്കിയ പയ്യോളി ചിക്കൻ ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒരു കാല് നമുക്കെടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി, അടുത്ത ആൾക്ക് ഒരു കാലും. ഇതാ ചപ്പാത്തി. ഞാനൊരു കാലെടുത്തു. പൊളിച്ചിട്ടുണ്ട്. ഒരു പീസ് ചപ്പാത്തിയും ഒരു പീസ് പയ്യോളി ചിക്കനും. തേജപ്പാ, എങ്ങനെയുണ്ട് പയ്യോളി ചിക്കൻ? സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. നന്നായിട്ടുണ്ട്. ആ മുളകിൻ്റെ ആ ടേസ്റ്റും കാശ്മീരി ചില്ലിൻ്റെ ആ ഒരു ഇതൊക്കെ എടുത്തറിയുന്നുണ്ട്, ആ ഫ്ലേവർ. മൊത്തത്തിൽ നന്നായിട്ടുണ്ട് അല്ലേ? തേങ്ങ വറുത്തിട്ടത്, തേങ്ങ മുകളിലിട്ടതൊക്കെ അടിപൊളിയാണ്. ആ പൊടിയെല്ലാം കൂട്ടി കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ്. അമ്മക്കുട്ടി ആവശ്യമില്ലാത്ത കഴിച്ചോട്ടാ. ആ തേങ്ങ വറുത്തതും മുളക് വറുത്തതും എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ചപ്പാത്തി പീസും കുറച്ച് ചിക്കൻ എടുത്ത് കഴിക്കണം.
സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പയ്യോളി ചിക്കൻ നല്ല സൂപ്പറായി ചിക്കൻ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.